Welcome to the YouTube channel of Vyasa Institute of Mathematics. ഈ ചാനലിലൂടെ ബാങ്ക് ടെസ്റ്റിനും SSCക്കും PSCക്കും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ആവശ്യമായ ക്വസ്റ്റ്യനുകളും അവയെ സംബന്ധിച്ച ഡീറ്റെയിൽസും അതിനാവശ്യമായ ഷോർട്ട് കട്ട് മെത്തേഡ്സുമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചും ഡിവിഷനെ കുറിച്ചും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനും ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതിനുമുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഈ എപ്പിസോഡിൽ ആവറേജ് കണ്ടുപിടിക്കുന്നതും ആവറേജ് റിലേറ്റഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും എങ്ങനെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ആവറേജ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും SSCക്കും PSCക്കും ബാങ്ക് ടെസ്റ്റിനുമെല്ലാം ആവറേജ് ഉൾപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഉറപ്പായും ഉണ്ടാവും. അപ്പോൾ ആവറേജ് ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അതിനുള്ള ഷോർട്ട് കട്ട് ടിപ്സ് എന്തൊക്കെയാണ് എന്നാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. ആവറേജ് is equal to sum of the items divided by number of items. This is the formula to find the average. So average equal to, simply speaking, average equal to sum divided by number. Average equal to sum divided by number. That is the formula to get the average. So ആവറേജിന് നമുക്ക് ഇങ്ങനെയാണ് പറയാൻ സാധിക്കുക. സം ഡിവൈഡഡ് ബൈ നമ്പർ മീൻസ് സം ഓഫ് ദി ഐറ്റംസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. ഈ ഫോർമുല ഉപയോഗിച്ച് ആവറേജ് ഉൾപ്പെടുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, whenever in a problem if average is given, we have to find the sum of those items. ക്വസ്റ്റ്യനിൽ എപ്പോഴെങ്കിലും ആവറേജ് തരുന്നുണ്ട് എങ്കിൽ അത് സം കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തിനാണ് ആവറേജ് തരുന്നത്. സോ ഇൻ always when in a problem if average is given, immediately you write the sum of those items. So average equal to sum divided by number എങ്കിൽ sum is equal to average into number ആയിരിക്കുമല്ലോ. sum equal to average into number. ആവറേജ് തന്നാൽ അതിൽ നമുക്ക് സം ഉണ്ടാക്കാം. അത് ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റംസ് എന്നാണ്. ആവറേജിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ള തിയറി ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ആവറേജിനെ കുറിച്ച് പറയാനുള്ളൂ. ഇനി ആവറേജ് ഉൾപ്പെട്ട ചില ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് ഒരു കാര്യം പരിചയപ്പെടാം. കൺസിഡർ 3, 7, 11, 15, 19, etc. Consider such a sequence. ഈ സീക്വൻസിന് ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകതയുള്ളത്, ഫസ്റ്റ് നമ്പറിനോട് 4 ആഡ് ചെയ്ത് 7 കിട്ടി, അഗെയിൻ 4 ആഡ് ചെയ്ത് 11 കിട്ടി, അഗെയിൻ 4 ആഡ് ചെയ്ത് 15 കിട്ടി, അഗെയിൻ 4 ആഡ് ചെയ്ത് 19 കിട്ടി. ദാറ്റ് മീൻസ് successive terms have a common difference. അങ്ങനെയുള്ള സീക്വൻസിന് പറയുന്ന പേര് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നാണ്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ AP. So this is a sequence in AP. ഇങ്ങനെ APയിലുള്ള സീക്വൻസ് ആണ് എങ്കിൽ അവയ്ക്ക് ഒരു പ്രോപ്പർട്ടി ഉള്ളത്, ആ സീക്വൻസിലെ
number of terms. Here the number of terms is 5. ആ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണ് എങ്കിൽ ഈ കേസിൽ നമ്പർ ഓഫ് ടേംസ് 5 ആണ്. 5 എന്നുള്ളത് ഓഡ് നമ്പർ ആണ്. നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണ് എങ്കിൽ ഓൾവേസ് ദ ആവറേജ് വിൽ ബി ദ മിഡിൽ മോസ്റ്റ് നമ്പർ. ആവറേജ് എപ്പോഴും അതിന്റെ കൃത്യം നടുക്ക് വരുന്ന നമ്പർ ആയിരിക്കും. അപ്പോ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് എങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന ഫോർമുല ഉപയോഗിക്കേണ്ട. പകരം അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണ് എങ്കിൽ ആവറേജ് ആയിട്ട് വരുന്നത് എപ്പോഴും അതിൽ മിഡിൽ മോസ്റ്റ് നമ്പർ ആയിരിക്കും. ഡയറക്ട്ലി യു ക്യാൻ ഫൈൻഡ് ദ ആവറേജ് ഫ്രം ദ സീക്വൻസ് ഇറ്റ്സെൽഫ്. ഇനി നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണ് എങ്കിൽ സപ്പോസ് there is one more term 23. അപ്പൊ നമ്പർ ഓഫ് ടേംസ് ഇപ്പോൾ ഇവിടെ 6 ആണ്. അങ്ങനെ നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ ആവറേജ് ഓഫ് ദീസ് 6 items will be the average of the middle 2 items. Here we will get 2 numbers in the middle, 11 and 15. ഈ രണ്ട് നമ്പർ വരും. നമ്പർ ഓഫ് ടേംസ് ഈവൻ ആകുമ്പോൾ ആവറേജിൽ 2 നമ്പേഴ്സ് വരും. അപ്പോൾ ഇവിടെ 11 15 ഉണ്ട്. അത് രണ്ടും കൂടിയുള്ള ആവറേജ് കണ്ടുപിടിച്ചാൽ മതിയാവും. 11 plus 15 എന്ന് പറയുന്നത് 26 വന്നു. 26/2 എടുത്താൽ മതിയല്ലോ, 2 നമ്പറേ ഉള്ളു. 26/2 it is 13. അപ്പോ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ ആവറേജ് വിൽ ബി നമ്പർ ഓഫ് ടേംസ് എന്നാണ്, നമ്പേഴ്സ് ഓഡ് എന്നല്ല, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണ് എങ്കിൽ ആവറേജ് എപ്പോഴും മിഡിൽ മോസ്റ്റ് നമ്പർ ആയിരിക്കും. നമ്പർ ഓഫ് ടേംസ് അതായത് നമ്പർ ഓഫ് നമ്പേഴ്സ് അത് ഈവൻ ആണെങ്കിൽ ആവറേജ് ഓഫ് ദ മിഡിൽ 2 നമ്പേഴ്സ് ആയിരിക്കും. അഥവാ ഈ മിഡിൽ നടുക്ക് വരുന്ന 2 നമ്പറിന്റെയും നടുക്ക്, ഇതിന്റെ രണ്ടിന്റെയും മിഡിൽ വരുന്ന 13 ആണ്, അതായിരിക്കും ആവറേജ്. ഇത് ഒരു ആവറേജിന്റെ കേസിൽ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് മനസ്സിൽ വെക്കാം. ഇത് ഏത് നിലയിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. സേ ആവറേജ് ഓഫ് 5 consecutive even integers. Average of 5 consecutive even integers is 42. Average of 5 consecutive even integers is 42. Then what is the sum of the least and highest of those numbers? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് കരുതുക. ആവറേജ് ഓഫ് 5 consecutive even integers is 42. What is the sum of the least and the highest of those numbers? Here numbers are consecutive even integers. അപ്പോൾ അടുത്തടുത്ത് വരുന്ന തുടർച്ചയായി വരുന്ന ഈവൻ integers ആണ്. തീർച്ചയായും അപ്പോൾ അടുത്തടുത്ത് വരുന്ന ഈവൻ integers ആകുമ്പോൾ അവയുടെ ഡിഫറൻസ് 2 ആയിരിക്കും. 2ന്റെ അകലത്തിലായിരിക്കും നമ്പറുകളെല്ലാം. That means those 5 numbers are in arithmetic progression. Those 5 numbers are in AP. അങ്ങനെ AP-യിലാണെങ്കിൽ ഈ ആവറേജ് തന്നിരിക്കുന്നത് 42 എന്നത് ആ നമ്പറുകളുടെ മിഡിൽ മോസ്റ്റ് നമ്പർ ആയിരിക്കും. അപ്പൊ ആ 5 നമ്പറുകളുടെയും മിഡിലിൽ വരുന്ന നമ്പർ 42 ആണ്. അപ്പോൾ 42 ആണ് മിഡിലെങ്കിൽ അതിന്റെ ബാക്കിലേക്കുള്ളത് 40-ഉം 38-ഉം ആയിരിക്കുമല്ലോ. അപ്പൊ മുന്നോട്ടുള്ളത് 44-ഉം 46-ഉം ആയിരിക്കുമല്ലോ. So from this average we got the entire sequence. ആ നമ്പേഴ്സ് മുഴുവൻ നമുക്ക് കിട്ടി.
അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ലീസ്റ്റും ഹയസ്റ്റും തമ്മിലുള്ള സം കണ്ടുപിടിക്കാം. ഈ പ്രോബ്ലം, ഇതുപോലുള്ള പ്രോബ്ലം ചെയ്യുന്നതിനാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ അറിവ് ഉപയോഗിക്കാൻ സാധിക്കുക. ഇനി കൂടാതെ ആവറേജിന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടെ ഞാൻ ഓരോ ക്വസ്റ്റ്യനുകളിലൂടെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. മറ്റൊരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം നമുക്ക്. ആവറേജ് വെയിറ്റ് ഓഫ് $20 students average weight of 20 students in a class is 40. Average weight of 20 students in a class is 40. When the weight of the teacher is also included, average increased by 2. Now the question is, what is weight of teacher? Question മനസ്സിലാക്കുക. Average weight of 20 students in a class is 40. കുട്ടികളുടെ മാത്രമായിട്ടുള്ള ആവറേജ് 40. When the weight of teacher is also included, average increased by 2. What is the weight of teacher? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനില് ഞാനത് രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കാം. ഒന്ന്, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, whenever in a problem average is given, you immediately write the sum of those items എന്ന ഒരു റൂള് പറഞ്ഞു. ആ റൂള് ഉപയോഗിക്കുകയാണെങ്കിൽ ഹിയർ ദ ആവറേജ് is equal to 40 എന്ന് പറഞ്ഞു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 20 ആണ്. ആവറേജ് ഈക്വൽ ടു 40 ആണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 20 ആണ്. സോ സം ഓഫ് ദ വെയ്റ്റ്സ് ഓഫ് ദ സ്റ്റുഡൻസ് ഈക്വൽ ടു 40 into 20 വരും. ദാറ്റ് മീൻസ് 800 വരും. സ്റ്റുഡൻസിന്റെ മാത്രമായിട്ടുള്ള സം എന്ന് പറയുന്നത് 40 into 20 ആണ്. ടീച്ചറും കൂടെ ചേർന്ന് വന്നപ്പോൾ ആവറേജ് ഇൻക്രീസ്ഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ആവറേജ് 42 ആയില്ലേ. അപ്പോൾ സം ഓഫ് വെയ്റ്റ്സ് ഓഫ് സ്റ്റുഡൻസ് പ്ലസ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ, സം ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ, സ്റ്റുഡൻസും ടീച്ചറും കൂടി ചേരുമ്പോൾ ടോട്ടൽ ആളുകളുടെ എണ്ണം 21 ആയി. സ്റ്റുഡൻസ് മാത്രം 20 ഉണ്ട്, ടീച്ചറും കൂടെ വന്നപ്പോൾ 21 ആയി. And the new average is 42, average increased by 2. So this sum is equal to 21 into 42. അപ്പോൾ 21ഉം 42ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 42ഉം 21ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 882. 882. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ 2ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക 2. ദെൻ ഈ രണ്ട് നമ്പറും ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4, തമ്മിൽ ആഡ് ചെയ്താൽ 8. അപ്പോൾ അടുത്ത നമ്പർ 8 ആണ്. ദെൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 into 8. അപ്പോൾ അങ്ങനെ 882 എന്ന് സം കിട്ടി. സോ സ്റ്റുഡൻസ് മാത്രമായിട്ടുള്ള സം 800ഉം സ്റ്റുഡൻസും ടീച്ചറും കൂടെ ചേർന്നപ്പോഴുള്ള സം 882 വന്നു. അപ്പോൾ നമുക്ക് ടീച്ചറിന്റെ വെയിറ്റ് മനസ്സിലാക്കാം. ടീച്ചറിന്റെ വെയിറ്റ് 882 മൈനസ് 800, ദാറ്റ് ഈസ് ഈക്വൽ ടു 82 എന്ന് മനസ്സിലാക്കാം. ടീച്ചറിന്റെ വെയിറ്റ് 82 എന്ന് കിട്ടി. This is the method to solve that question. ആവറേജ് എന്നാൽ എപ്പോഴും അത് ഉപയോഗിച്ച് സം ഉണ്ടാക്കും. സ്റ്റുഡൻസിന്റെ ആവറേജ് 40, സ്റ്റുഡൻസിന്റെ എണ്ണം 20.
അപ്പൊ സ്റ്റുഡൻസിന്റെ സം 800. ടീച്ചറും കൂടി ചേർന്നപ്പോൾ ആവറേജ് 2 കൂടി, അപ്പോൾ 42 ആയി. ടീച്ചറും കൂടി ചേർന്നപ്പോൾ ആകെ ആളുകളുടെ എണ്ണം 21 ആയി. അപ്പോ സം ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ ഈക്വൽ ടു 21 into 42, that is 882. So the weight of teacher equal to 882 minus 800, that is 82. Now I shall give you another method, that means a shortcut method to do the same problem. അതിന് ഇതുപോലുള്ള ഏതൊരു കേസിലും, അതായത് കുറച്ചു പേരുടെ ആവറേജ് തന്നിരുന്നു, ഒരാളും കൂടി പുതുതായി വന്നപ്പോൾ ആവറേജ് മാറ്റം വന്നു. അങ്ങനെയാണെങ്കിൽ പുതുതായി വന്ന ആളുടെ വാല്യൂ എത്രയാണ്? അത് വെയിറ്റ് എന്നോ ഏജ് എന്നോ മാർക്ക് എന്നോ എന്ത് വേണമെങ്കിലും ആകാം. അത് പറയുന്നതിന് ന്യൂ എൻട്രി, ഇവിടെ ന്യൂ എൻട്രി എന്ന് പറയുന്നത് ടീച്ചറുടെ വെയിറ്റ് ആണ്. അപ്പൊ ന്യൂ എൻട്രി ഈസ് ഈക്വൽ ടു ഓൾഡ് നമ്പർ, തുടക്കത്തിലുള്ള ആളുകളുടെ എണ്ണം, ഇൻടു ഇൻക്രീസ് പ്ലസ് ന്യൂ ആവറേജ്. ഓൾഡ് നമ്പർ ഇൻടു ഇൻക്രീസ് പ്ലസ് ന്യൂ ആവറേജ്. ഇവിടെ ഈ പ്രോബ്ലത്തില്, നമ്മൾ പറഞ്ഞ പ്രോബ്ലത്തില് ഓൾഡ് നമ്പർ, ആദ്യം ഉണ്ടായിരുന്ന തുടക്കത്തിലുള്ള ആളുകളുടെ എണ്ണം 20. ആവറേജിലുണ്ടായ ഇൻക്രീസ്, ആവറേജ് ഇൻക്രീസ് ബൈ 2 എന്നാണ് പറഞ്ഞത്. അപ്പോ ഇൻക്രീസ് 2 പ്ലസ്, ഇനി തുടക്കത്തിലുള്ള ആവറേജ് 40 ആയിരുന്നു. അത് 2 കൂടെ കൂടി, അപ്പോൾ ന്യൂ ആവറേജ് 42 ആണ്. സോ പ്ലസ് 42. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ 40 പ്ലസ് 42 ഈക്വൽ ടു 82 എന്ന് കിട്ടി. സെയിം ആൻസർ എന്ന് കിട്ടി. സോ ദിസ് ഈസ് എ ഷോർട്ട് കട്ട് മെത്തേഡ് ടു ഡു ദിസ് പ്രോബ്ലം, ആൻഡ് ദ അതർ വൺ ഈസ് ദ ജനറൽ മെത്തേഡ്. ദെൻ രണ്ട് മെത്തേഡും നിങ്ങൾ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി സ്വീകരിക്കാം. ഇനിയും ആവറേജിന്റെ കേസിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് കാണാം. ആവറേജ് ഓഫ് 10 numbers is calculated as 32. Average of 10 numbers is calculated as 32. But when the numbers were taken for the sum, one of the numbers when the numbers were taken for the sum, one of the numbers was wrongly written as 28 instead of 82. Average of 10 numbers is calculated as 32, but when the numbers were taken for the sum, one of the numbers, average കണ്ടുപിടിക്കണമെങ്കിൽ സം എടുക്കണമല്ലോ, സമ്മിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അതിനായി സം എടുത്തപ്പോൾ ഒരു നമ്പർ 28 എന്നാണ് എഴുതിയത്. ആക്ച്വലി ദ നമ്പർ വാസ് 82. 82ന് പകരം 28 ആണ് എഴുതിയത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആവറേജ് തെറ്റാണ്. Then the question is, what is correct average? That is a question. Average of 10 numbers is calculated as 32, but when the numbers were taken for the sum, one of the numbers was wrongly written as 28 instead of 82. What is the correct average? Here also, let us do this problem as in the general method. That means, in a problem, if the average is given, we will take the sum of those items using the average. ആ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ 10 നമ്പേഴ്സിന്റെ ആവറേജ് 32 ആണ് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ സം
ഈ സം എന്ന് പറയുന്നത് ഈ ആവറേജ് ആക്ച്വലി തെറ്റായ ആവറേജ് ആണല്ലോ. 82 പകരം 28 എടുത്ത് ആണ് ഈ ആവറേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആവറേജ് തെറ്റായ ആവറേജ് ആണ്. ഇപ്പൊ തെറ്റായ ആവറേജിൽ നിന്ന് നമുക്ക് തെറ്റായ സമ്മിനെ കണ്ടുപിടിക്കാം. ഇൻകറക്റ്റ് സം. തെറ്റായ ആവറേജിൽ നിന്ന് തെറ്റായ സമ്മിനെ കിട്ടും. അപ്പൊ ഇൻകറക്റ്റ് സം എന്ന് പറയുന്നത് 10 into 32 that is 320 ആണ്. അപ്പോൾ 320 ആണ് ഇൻകറക്റ്റ് ആയ സം. അവിടെ നമ്മള് ഇനി ഈ ഇൻകറക്റ്റ് സമ്മിൽ നിന്ന് നമുക്ക് കറക്റ്റ് സമ്മിനെ കണ്ടുപിടിക്കാം. Therefore, correct sum equal to അതിന് ഇൻകറക്റ്റ് സമ്മിൽ നിന്ന് ഇൻകറക്റ്റ് ആയ സം 320 ആണ്. അതിൽ നിന്ന് ഇൻകറക്റ്റ് ആയി എഴുതിയ എൻട്രിയെ മൈനസ് ചെയ്യുക. ഇൻകറക്റ്റ് ആയി എഴുതിയത് തെറ്റി എഴുതിയിരിക്കുന്ന നമ്പർ 28 ആണ്. ശരിയായ നമ്പർ 82 ആയിരുന്നു. അതിന് പകരം 28 ആണ് എഴുതിയത്. അപ്പോൾ ഈ സമ്മിൽ നിന്ന് 28നെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ആ 28 ഇവിടുന്ന് മാറി. Then we add the correct number. 320ൽ നിന്ന് 28 മൈനസ് ചെയ്തിട്ട് കറക്റ്റ് നമ്പറായ 82 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് സം കിട്ടും. ഇപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴേക്കും 402 മൈനസ് 28 എന്ന് കിട്ടും. 320യും 82വും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 402 മൈനസ് 28. That means 374 എന്ന് കിട്ടുമല്ലോ. 374 ആണ് കറക്റ്റ് സം. കറക്റ്റ് സം 374 ആണ് എങ്കിൽ നമുക്കിനി കറക്റ്റ് ആവറേജ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. സം എന്ന് പറയുന്നത് 374 ആയി. Therefore, correct average equal to 374 divided by 10, that is equal to 37.4. ഇങ്ങനെ കിട്ടും. ഇൻകറക്റ്റ് ആയ സമ്മിൽ നിന്ന് ഇൻകറക്റ്റ് എൻട്രിയെ മൈനസ് ചെയ്തിട്ട് പകരം കറക്റ്റ് ആയ എൻട്രി ആഡ് ചെയ്ത് കൊടുത്തു. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് സമ്മിനെ ഉണ്ടാക്കി. അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആവറേജ് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. ഷോർട്ട് കട്ട് ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇല്ലാതെ ഡയറക്റ്റും ചെയ്യാം. അതിന് ചെയ്യേണ്ടത് നമ്മളിവിടെ 28 എന്ന നമ്പറാണ് എഴുതിയത്. കറക്റ്റ് നമ്പർ 82 ആയിരുന്നു. 82ന് പകരം 28 ആണ് എഴുതിയത്. അപ്പോഴുണ്ടായ എറർ എന്ന് പറയുന്നത് 82 മൈനസ് 28 ആണല്ലോ. ദാറ്റ് മീൻസ് 54 ആണല്ലോ. കറക്റ്റ് നമ്പറും തെറ്റി എഴുതിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ എറർ. ദാറ്റ് എറർ ഈസ് 82 മൈനസ് 28. സോ ഇറ്റ് ഈസ് 54. എങ്കില് ആവറേജ് എറർ എടുക്കാം. ആവറേജ് എറർ ഇവിടെ നമ്പറുകളുടെ എണ്ണം 10 ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആവറേജ് എറർ എന്ന് പറയുന്നത് 54 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 5.4 എന്ന് കിട്ടും. എററിലുള്ള ആവറേജ് 5.4. ഈ 5.4 നമുക്ക് ആദ്യം കിട്ടിയിരുന്ന ആവറേജ്, തെറ്റായി കിട്ടിയ ആവറേജ് 32 ആയിരുന്നു. തെറ്റായി കിട്ടിയ ആവറേജ് 32 ആയിരുന്നു. ആ 32നോട് കൂടി ഇവിടെ കിട്ടിയ 5.4 ആഡ് ചെയ്താൽ മതി. 32 പ്ലസ് 5.4, 32 പ്ലസ് 5.4 എടുക്കുമ്പോൾ 37.4 കിട്ടി. അപ്പോൾ എറർ എടുക്കുക, എററിന്റെ ആവറേജ് എടുക്കുക. ആ ആവറേജ് ഈ കിട്ടിയ നമ്മുടെ തന്നിരുന്ന ആവറേജിനോട് കൂടി ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്യുന്നതിന് കാരണം ശരിയായ എൻട്രി വലിയ നമ്പറും തെറ്റി എഴുതിയ നമ്പർ ചെറുതുമായതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. നേരെ മറിച്ച് 82 ആയിരുന്നു, 82 ആണ് തെറ്റി എഴുതിയത്, ശരിയായ നമ്പർ 28 ആണ് എങ്കിൽ നിങ്ങൾ ഇതേ 5.4 മൈനസ് ചെയ്താൽ മതിയാവും.
32-ൽ നിന്ന് മൈനസ് ചെയ്താൽ മതിയാവും. അതായത് ശരിക്കും എഴുതേണ്ട നമ്പർ 28 ആയിരുന്നു, അതിന് പകരം നമ്മൾ തെറ്റി എഴുതിയത് 82 ആണ്. അപ്പോൾ ആവറേജ് കുറയുകയാണല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ എററിന്റെ ആവറേജ് കണ്ടുപിടിച്ചത് മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആവറേജ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടി ഇതിൽ ചെയ്തു നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ദി ആവറേജ് മാർക്സ് സ്കോർഡ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഈസ് 68. The average marks of the girls in the class is 80 and that of boys is 60. What is the percentage of boys in the class? The average marks scored by the students of a class is 68. സ്റ്റുഡൻസിന്റെ ടോട്ടൽ സ്റ്റുഡൻസിന്റെ ക്ലാസ്സിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ ആവറേജ് 68 ആണ്. ദി ആവറേജ് മാർക്സ് ഓഫ് ദ ഗേൾസ് ഇൻ ദ ക്ലാസ് ഈസ് 80. ടോട്ടൽ സ്റ്റുഡൻസിന്റെ ആവറേജ് 68, ഗേൾസിന്റെ മാത്രമായുള്ള ആവറേജ് 80യും ബോയ്സിന്റെ മാത്രമായുള്ള ആവറേജ് 60യുമാണ്. എങ്കിൽ വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ്? ക്ലാസ്സിലെ ബോയ്സിന്റെ പെർസെന്റേജ് എത്രയാണ്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണവും ആവശ്യമുണ്ട്. സൗകര്യത്തിനായി ബോയ്സിന്റെ എണ്ണം ബി എന്നെടുക്കാം, ഗേൾസിന്റെ എണ്ണം ജി എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ക്ലാസ്സിലെ ടോട്ടൽ എണ്ണം ബി പ്ലസ് ജി അല്ലേ? ക്ലാസ്സിലെ ബോയ്സിന്റെ എണ്ണത്തെ ബി എന്ന് വിളിക്കുക, ഗേൾസിന്റെ എണ്ണത്തെ ജി എന്ന് വിളിക്കുക. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ബി പ്ലസ് ജി ആണ്. ഇനി നമുക്ക് ആലോചിക്കാം. നേരത്തെ പറഞ്ഞു ആവറേജ് വന്നാൽ ഉടൻ അതുപയോഗിച്ച് സം എഴുതുക. ബോയ്സിന്റെ ആവറേജ് 60 ആണല്ലോ, ബോയ്സിന്റെ ആവറേജ് 60 ആണ്, ബോയ്സിന്റെ എണ്ണം ബി ആണ്. അപ്പൊ ബോയ്സിന്റെ ടോട്ടൽ മാർക്സ് 60 ഇൻറ്റു ബി അല്ലേ? ബോയ്സിന്റെ ആവറേജ് 60 ആണ്, ബോയ്സിന്റെ എണ്ണം ബി ആണ്. ആവറേജിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സം കിട്ടും. അപ്പൊ ബോയ്സിന്റെ ടോട്ടൽ 60 ബി ആണ്, ഗേൾസിന്റെ എണ്ണം ജി ആണ്, ഗേൾസിന്റെ ആവറേജ് 80 ആണ്, ഗേൾസിന്റെ ആവറേജ് 80 ആണ്, ഗേൾസിന്റെ എണ്ണം ജി ആണ്. അപ്പോൾ ഗേൾസിന്റെ ടോട്ടല് 80 ഇൻറ്റു ജി അല്ലേ? ഇനി ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം ബി പ്ലസ് ജി ആണ്. ടോട്ടൽ ആവറേജ്, ക്ലാസിന്റെ മൊത്തത്തിലുള്ള ആവറേജ് 68 ആണ്. ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം ഇപ്പോൾ ബി പ്ലസ് ജി ആണ്. ക്ലാസിന്റെ ടോട്ടൽ ആവറേജ് 68 ആണ്. അപ്പോൾ ക്ലാസിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ബി പ്ലസ് ജി ഇൻറ്റു 68 വരണം. ബോയ്സിന്റെ മാത്രമായുള്ള ടോട്ടൽ സം 60 ഇൻറ്റു ബി, ഗേൾസിന്റെ മാത്രമായുള്ള ടോട്ടൽ സം 80 ഇൻറ്റു ജി. ടോട്ടൽ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ബി പ്ലസ് ജി ആയതുകൊണ്ട് ടോട്ടൽ ആവറേജ് 68 ആണ്. അപ്പൊ ക്ലാസ്സിന്റെ ടോട്ടൽ ഇത് വരണം. അപ്പോൾ ബോയ്സിന്റെ മാർക്കും ഗേൾസിന്റെ മാർക്കും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കണമല്ലോ ഈ ബി പ്ലസ് ജി ഇൻറ്റു 68. ഇത് ക്ലാസിന്റെ ടോട്ടൽ ആണ്, ഇത് ബോയ്സിന്റെ മാത്രം, ഇത് ഗേൾസിന്റെ മാത്രം. അപ്പൊ അത് ആഡ് ചെയ്താൽ ഈ ക്ലാസിന്റെ ടോട്ടൽ കിട്ടണം. ഇപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ ഈ ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 68 ബി പ്ലസ് 68 ജി എന്നെഴുതാം. ഇപ്പോൾ നമുക്ക് ഇവിടെ 60 ബിയും ഇവിടെ 68 ബിയും ഉണ്ട്, ഇവിടെ 80 ജിയും അപ്പുറത്ത് 68 ജിയും ഉണ്ട്. അപ്പോൾ 80 ജി മൈനസ് 68 ജി, 80 ജി മൈനസ് 68 ജി ഈക്വൽ ടു 68 ബി മൈനസ് 60 ബി എന്ന് ആക്കാം. ഗേൾസിന്റെ ടേം എല്ലാം ഒരു സൈഡിലേക്കും ബോയ്സിന്റെ ടേം മറ്റൊരു സൈഡിലേക്കും മാറ്റിയെടുത്തു. ഇപ്പോൾ ഇവിടെ 80 മൈനസ് 68 അത് 12 ജി അല്ലേ? 12 ജി കിട്ടി. ഈക്വൽ ടു ഇവിടെ
68B മൈനസ് 60B അത് 8B ആണ്. 12G ഈക്വൽ ടു 8B. അങ്ങനെയാണെങ്കിൽ G ബൈ B എന്ന് പറയുന്നത് 8/12 ആണ്. G ഡിവൈഡ് ബൈ B എന്നുള്ളത് 8/12 ആണ്. ഇവിടെ നമുക്ക് ഒരു 4 കട്ട് ചെയ്താൽ 2/3 എന്നെണ്ണം. അപ്പൊ ക്ലാസ്സിലെ ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ 2/3 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഗേൾസിന്റെ എണ്ണം 2 യൂണിറ്റ് ആയാൽ ബോയ്സിന്റെ എണ്ണം 3 യൂണിറ്റ് ആണ്. നമുക്ക് വേണ്ടത് ബോയ്സിന്റെ ആവറേജ് ആണ്. ആവറേജ് ഓഫ് പെർസെന്റേജ് ഓഫ് ബോയ്സിന്റെ പെർസെന്റേജ് ആണ്. ബോയ്സിന്റെ എണ്ണം ഇവിടെ 3 യൂണിറ്റ് എന്ന് എടുക്കാമല്ലോ. ഗേൾസിന്റെ എണ്ണം 2 യൂണിറ്റ് ആകുമ്പോൾ ടോട്ടല് 5 യൂണിറ്റ് അല്ലേ. അപ്പോൾ 5 യൂണിറ്റില് 3 യൂണിറ്റ് ആണ് ബോയ്സ്. സോ പെർസെന്റേജ് ഓഫ് ബോയ്സ് ഈക്വൽ ടു ബോയ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ 5 ആണ് ഇൻറ്റു 100. ബോയ്സിന്റെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. ദാറ്റ് മീൻസ് ഇവിടെ 5 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടി. അപ്പൊ 20 ഇൻറ്റു 3 60. അപ്പോൾ 60% ആണ് ബോയ്സിന്റെ പെർസെന്റേജ് എന്ന് കിട്ടും. ഇവിടെയും നമ്മൾ ആവറേജിൽ ഉപയോഗിച്ചുകൊണ്ട് സം എടുക്കുക എന്ന ഒരു പ്രിൻസിപ്പിൾ തന്നെ ഉപയോഗിച്ചു. ബേസിക്കലി ആ ഒരു റൂള് ഓർത്താൽ മതിയാവും. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് കാണാം. ആവറേജിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി. എല്ലാ ക്വസ്റ്റ്യനും ഒരേ പാറ്റേൺ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ശ്രദ്ധിക്കുക. ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ഡൽഹി, മുംബൈ ആൻഡ് ചെന്നൈ ഈസ് 37 degrees Celsius. The average temperature of Mumbai, Delhi and Kolkata is 38 degrees Celsius. If the temperature of Kolkata is 39 degrees Celsius, find the ratio of temperature of Kolkata to Chennai. The average temperature of Delhi, Mumbai and Chennai is 37 degrees Celsius. The average temperature of Mumbai, Delhi and Kolkata is 38 degrees Celsius. If the temperature of Kolkata is 39 degrees Celsius, find the ratio of temperature of Kolkata to Chennai. That's the question. ഡൽഹിയും മുംബൈയും ചെന്നൈയിലെയും ടെമ്പറേച്ചറിന്റെ ആവറേജ് 37 degrees Celsius ആണ്. മുംബൈ, ഡൽഹി, കൊൽക്കത്ത അത് മൂന്നിന്റെയും ടെമ്പറേച്ചറിന്റെ ആവറേജ് 30 degrees Celsius ആണ്. കൊൽക്കത്തയിലെ ടെമ്പറേച്ചർ 39 degrees Celsius ആണ്. എങ്കിൽ റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ഓഫ് കൊൽക്കത്ത ടു ചെന്നൈ എത്രയാണ്? ഇവിടെ നമുക്ക് ഡൽഹിയുടെ ടെമ്പറേച്ചറിനെ ഡി എന്ന് വിളിക്കാം. മുംബൈയിലെ ടെമ്പറേച്ചറിനെ എം എന്ന് വിളിക്കാം. ചെന്നൈയിലെ ടെമ്പറേച്ചറിനെ സി എന്ന് വിളിക്കാം. കൊൽക്കത്തയിലെ ടെമ്പറേച്ചർ കെ ഈസ് ഈക്വൽ ടു 39 എന്ന് തരുന്നുണ്ട്. ഡൽഹിയിലെ ടെമ്പറേച്ചർ ഡി എന്നിരിക്കട്ടെ, മുംബൈയിലെ ടെമ്പറേച്ചർ എം എന്നിരിക്കട്ടെ, ചെന്നൈയിലെ ടെമ്പറേച്ചർ സി എന്നെടുക്കാം, കൊൽക്കത്തയിലെ ടെമ്പറേച്ചർ 39 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഫസ്റ്റ് സെന്റൻസ് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ഡൽഹി, മുംബൈ, ചെന്നൈ എന്ന് പറയുമ്പോൾ ആവറേജ് എന്നാൽ സം എഴുതുക എന്നതാണ് നമ്മൾ പരിചയപ്പെട്ട റൂള്. ആവറേജ് എന്നാൽ ആവറേജ് ഉപയോഗിച്ച് സം എഴുതുക എന്ന് പറയുമ്പോൾ ഈ ഡൽഹി, മുംബൈ, ചെന്നൈയുടെ ആവറേജ് 37 ആയതുകൊണ്ട് ഡൽഹി പ്ലസ് മുംബൈ പ്ലസ് ചെന്നൈ ഇറ്റ് ഈസ് ഈക്വൽ ടു 37 ഇൻറ്റു 3 ആണ്. ഡൽഹിയും മുംബൈയും ചെന്നൈയും കൂടെയുള്ള ആവറേജ് 37. 37നെ ആവറേജിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സം കിട്ടും. അപ്പൊ ഡൽഹി പ്ലസ് മുംബൈ പ്ലസ് ചെന്നൈ ഈക്വൽ ടു 37 ഇൻറ്റു 3. ദാറ്റ് മീൻസ് 111 എന്ന് കിട്ടുന്നു.
37 into 3 111 എന്ന് കിട്ടി. ഇനി അടുത്തത് പറയുന്നത് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് മുംബൈ, ഡൽഹി ആൻഡ് കൊൽക്കത്ത. അപ്പോ മുംബൈ പ്ലസ് ഡൽഹി പ്ലസ് കൊൽക്കത്ത. കൊൽക്കത്ത ഇവിടെ തന്നിട്ടുണ്ട് 39. മുംബൈ ആൻഡ് ഡൽഹി ആൻഡ് കൊൽക്കത്ത 38 പറഞ്ഞു. അപ്പോ മുംബൈ പ്ലസ് ഡൽഹി പ്ലസ് 39 ഈസ് ഈക്വൽ ടു 38 into 3. അത് 114 എന്ന് കിട്ടും. അപ്പോൾ മുംബൈ പ്ലസ് ഡൽഹി പ്ലസ് 39 ഈക്വൽ ടു 114 കിട്ടി. അതിൽ നിന്ന് നമുക്ക് മുംബൈ പ്ലസ് ഡൽഹി കണ്ടുപിടിക്കാമല്ലോ. മുംബൈ പ്ലസ് ഡൽഹി ഇസ് ഈക്വൽ ടു 114 മൈനസ് 39 ആണ്. മുംബൈ പ്ലസ് ഡൽഹി ഇസ് ഈക്വൽ ടു 114 മൈനസ് 39 ആണ്. അപ്പോ ഇറ്റ് ഈസ് ഈക്വൽ ടു 75 അല്ലേ? മുംബൈ പ്ലസ് ഡൽഹി ഈസ് ഈക്വൽ ടു 75 എന്ന് നമുക്ക് കിട്ടുന്നു. സോ നമുക്ക് മുംബൈ പ്ലസ് ഡൽഹി 75 ആണ്. മുംബൈ പ്ലസ് ഡൽഹി പ്ലസ് ചെന്നൈ 111 ആണ്. ഈ സ്റ്റെപ്പ്, ആ സ്റ്റെപ്പില് മുംബൈ പ്ലസ് ഡൽഹിക്ക് പകരം 75 ഉപയോഗിക്കാം. സോ 75 പ്ലസ് സി ഈക്വൽ ടു 111. 75 പ്ലസ് സി ഈക്വൽ ടു 111. Therefore, Chennai is equal to 111 minus 75. That is equal to 6, 8, 36. 36 കിട്ടി. 111 minus 75. So 36 കിട്ടി. ചെന്നൈയുടെ ടെമ്പറേച്ചർ 36, കൊൽക്കത്തയുടെ ടെമ്പറേച്ചർ 39 കിട്ടിയിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് കൊൽക്കത്ത ടു ചെന്നൈ ആണ്. കൊൽക്കത്ത ടു ചെന്നൈ, കൊൽക്കത്ത ടു ചെന്നൈ. അപ്പോൾ കൊൽക്കത്തയുടെ 39, ചെന്നൈയുടേത് 36. സോ 39 ഈസ് ടു 36. റേഷ്യോയെ നമുക്ക് എപ്പോഴും ചെറുതാക്കി എടുക്കാം. കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട്. സോ അപ്പൊ ഇവിടെ ഇത് 13 ഈസ് ടു 12 എന്ന് കിട്ടും. ആൻസർ 13 ഈസ് ടു 12 നമുക്ക് പറയാം. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിച്ചത്, എവിടെയെല്ലാം ആവറേജ് വരുന്നോ ആ ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് സമ്മിനെ ഉണ്ടാക്കുക. സം എന്നുള്ളത് എടുത്തതിന് ശേഷം ക്വസ്റ്റ്യനിൽ പറയുന്ന ഡീറ്റെയിൽസ് കണക്ട് ചെയ്താൽ നമുക്ക് ആ ആൻസർ കിട്ടും. ഇതാണ് ആവറേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ എല്ലാം എളുപ്പ വഴികൾ ചെയ്യാനുള്ള മെത്തേഡ്. ആവറേജ് ചേർത്തുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് ഇതേ പാറ്റേണിലൂടെ തന്നെ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള എപ്പിസോഡുകളിലൂടെ മറ്റു ടോപ്പിക്കുകളെ കുറിച്ചും ഉള്ള ഡീറ്റെയിൽസ് തരുന്നതാണ്. ഈ തുടർന്നുമുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാ എപ്പിസോഡുകളും കാണാൻ സാധിക്കും. തീർച്ചയായും ഈ എപ്പിസോഡുകൾ കണ്ടുകൊണ്ട് കൃത്യമായി അനലൈസ് ചെയ്ത് കൃത്യമായി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ it is sure you can surely win the exam. Okay, thank you.